അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കെ എം മൗലവി ഈ മക്തി തങ്ങള് ഏകദേശം ഒന്ന് ഉഴുത് നിലം പാകാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോ പിന്നീടാണ് സംഘടിതമായ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. 1922 കൊടുങ്ങല്ലൂരിൽ നിഷ്പക്ഷ സംഘം രൂപീകരിക്കുകയും നിഷ്പക്ഷ സംഘത്തിന്റെ പേര് അത് പിന്നീട് കേരള മുസ്ലിം ഐക്യ സംഘം എന്നാക്കി മാറ്റുകയും അതിനുശേഷം 1924 കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനക്ക് രൂപം കൊടുക്കുകയും ചെയ്തതിന് ശേഷം ആ സംഘത്തിന്റെ കീഴിൽ ഒരു 22 തന്നെ മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം തുടങ്ങി, കേരള മുസ്ലിം ഐക്യ സംഘം. ആ പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോ അതില് ലേഖനം എഴുതിപ്പോന്ന KM സീതി സാഹിബ് മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ കൂടിയായിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ KM സീതി സാഹിബ്, നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്ന മൊയ്തു മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂടി അമരക്കാരനായിരുന്നു. നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂടി അമരക്കാരനായിരുന്നു. ഈ ജാതി ബുദ്ധിജീവികളും രാഷ്ട്രമീമാംസകരും വിദ്യാഭ്യാസ വിചക്ഷണരും പണ്ഡിത കേസരികളും നവോത്ഥാന നായകന്മാരുമായ ആളുകളുടെ പ്രവർത്തനങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ സമുന്നതിക്കും ഒരുപാട് സേവനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്റെ ഈ ചുരുങ്ങിയ സംസാരം കൊണ്ട് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ആളുകൾ കൂടി KM മൗലവി പോലുള്ള ആളുകളെല്ലാം കൂടിയാണ് ഇത് എഴുതിയിരുന്നത്. ആ കൂട്ടത്തിൽ KM മൗലവിയുടെ ഒരു ലേഖനം വന്നു. ആ ലേഖനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് എഴുതി. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് എഴുതിയപ്പോഴേക്ക് ഭയങ്കര പ്രശ്നമായി. ഇബ്നു തൈമിയ ളാല്ലും മുളില്ലുമാണെന്ന് ഇബ്നു ഹജർ ഫത്വ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ളാല്ലും മുളില്ലുമായ വഴിപിഴച്ചവനും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്നവനുമായ ഇബ്നു തൈമിയയെ ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് ഈ ഐക്യസംഘത്തിന്റെ ആളുകൾ എഴുതിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല. ഭയങ്കരമായ ഒരു കോളിളക്കം സൃഷ്ടിച്ചു ആ ലേഖനം. അപ്പൊ ഐക്യസംഘത്തിന്റെ യോഗം വിളിച്ചിട്ട് അത് വിശദീകരിക്കണമെന്ന് ഈ യാഥാസ്ഥികരായ ആളുകൾ ആവശ്യപ്പെട്ടപ്പോ യോഗം വിളിച്ചതിന് ശേഷം അവർ തങ്ങളുടെ വാദം തെളിയിക്കുന്നതിന് വേണ്ടി ഇബ്നു ഹജറിന്റെ ഈ ഫത്വ അവരിങ്ങനെ വായിച്ചു വിശദീകരിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെയാണ് യാഥാസ്ഥിക പുരോഹിതന്മാരുടെ പലപ്പോഴും, പണ്ടല്ല ഇപ്പോഴും അങ്ങനെയാണ്, ഈ യാഥാസ്ഥികര് മാത്രമല്ല വ്യതിയാനക്കാരുടെ മുഴുവനും അവസ്ഥ അങ്ങനെയാണ്. അവരെന്താ കിതാബെന്ന് തെളിവ് ആയത്താണെങ്കിലും ഹദീത്താണെങ്കിലും ഇബാറത്താണെങ്കിലും ഒരു കഷ്ണം മുറിച്ചു മാറ്റിയിട്ട് അവർക്ക് പറയാൻ കഴിയുള്ളൂ. ആദ്യ ഭാഗം വായിച്ച് അവസാനം വായിക്കൂല, അല്ലെങ്കിൽ ഒരു കഷ്ണം മാത്രം വായിക്കും, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഈ കൂട്ടത്തിൽ ഇവർക്ക് പറയാനുള്ളത് വായിച്ച് സമർത്ഥിച്ചു കഴിഞ്ഞപ്പോ KM മൗലവി പറഞ്ഞു, എന്നാൽ ഇബ്നു ഹജറിന്റെ ഫത്വയിലെ ബാക്കി ഭാഗങ്ങൾ ഞാൻ വായിക്കട്ടെ എന്ന് ചോദിച്ചു. അതിങ്ങനെ വായിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് ആരോപണമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കൃതിയും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോ അതുവരെ അവര് വായിച്ച മുഴുവൻ ഒളിഞ്ഞു പോയില്ലേ. എന്നിട്ട് KM മൗലവി പറഞ്ഞു, ഇപ്പൊ കണ്ടോ, ഇബ്നു ഹജർ ഇബ്നു തൈമിയന്റെ പേരിൽ ഫത്വ പുറപ്പെടുവിച്ചത് അദ്ദേഹത്തെ കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ നേരിട്ട് കേട്ടിട്ടോ അല്ല എന്നു മാത്രമല്ല, അങ്ങനെ കാണാനും പരിചയപ്പെടാനും നിവൃത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ കൃതികളെങ്കിലും കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? അതും വായിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല എന്നാ. ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇവരിവിടെ ഉന്നയിച്ചതുപോലെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിക്കപ്പെട്ടതാണ് യാഥാർത്ഥ്യമെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്നാണ്. അപ്പൊ വസ്തുനിഷ്ഠമായി തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫത്വയല്ല അത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇബ്നു ഹജറിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇബ്നു തൈമിയന്റെ പേരിൽ ഒരു തെളിവ് ന്യായമല്ലാതെ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇബ്നു ഹജറിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇളിഭ്യരായി പോയി അവര്. കണ്ടോ, ഐക്യസംഘം അത് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ വന്നപ്പോഴേക്ക് ചോദ്യങ്ങള്, മറുപടികള്, ഖണ്ഡനങ്ങള്, മണ്ഡനങ്ങള് അങ്ങനെ തുടങ്ങി വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് വരുന്നത്
കേരള മുസ്ലിം ഐക്യ സംഘം വഴിപിഴച്ച കക്ഷിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പ്രശസ്ത വാഗ്മിയും മഹാപണ്ഡിതനുമായി അറിയപ്പെടുന്ന ഞമങ്ങാട്ടുകാരൻ ഏനിക്കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിയാരുണ്ട്. പല പേരും നിങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കേട്ടാൽ ഇത് ഇങ്ങനത്തെ ഒരു മുസ്ലിമിന്റെ പേരാന്നൊക്കെ തോന്നുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ആ ഭാഗത്തുള്ള പല ആൾക്കാരും പേര് അങ്ങനെ ആയിരിക്കും, അവരുടെ പ്രയോഗങ്ങളും അങ്ങനെ ആയിരിക്കും. പിന്നെ ആ കാലഘട്ടത്തിൽ 10, 60, 70 കൊല്ലം മുമ്പുള്ള ഭാഷകളും ആയിരിക്കും അന്നത്തെ സംഭവങ്ങൾ പറയുമ്പോൾ ഉദ്ധരിക്കാൻ പറ്റുക. ആ ചീക്ക് പോകുക, അപ്പാത്തിക്കരിയെ കാണാൻ, കുഞ്ഞനുട്ടികൾ എടന്തട്ടിക്കലിൽ ജഗം കൊണ്ടു, ഇതൊക്കെ നമ്മളെ മലയാളമാണ്. ചീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിനാണ് ചീക്ക് എന്ന് പഴയ മലയാളം. അപ്പാത്തിക്കരിനെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ അപ്പാത്തിക്കരി എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നാണ്. കുഞ്ഞനുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ, അത് ഏറെക്കുറെ കുഞ്ഞാകുട്ടി എന്നൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, അത് കുഞ്ഞനുട്ടിയായിനേ ഉള്ളൂ. പിന്നെ ഇടംതട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പരീക്ഷയാണ്, ജഗം കൊള്ളുക എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നാണ്. ഇങ്ങനത്തെ ഒക്കെ ഭാഷകളാണ് ഈ പഴയ കാലത്ത് പറഞ്ഞതും അന്നത്തെ ഫത്വകളും അന്നത്തെ പുസ്തകങ്ങളും അന്നത്തെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ പറയാനുണ്ടാകുക. അപ്പൊ അക്കൂട്ടത്തിലാണ് നമ്മൾ ഞമങ്ങാട്ടുകാരനായ ഏനിക്കുട്ടി മുസ്ലിയാർ. ആ ഏനിക്കുട്ടി മുസ്ലിയാർക്ക് ഐക്യസംഘത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു കൊടുത്തിട്ട് ഐക്യസംഘത്തിൻകാരുടെ മാസികയും കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവര് പിഴച്ച കക്ഷിയാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന്. അപ്പൊ ഏനിക്കുട്ടി മുസ്ലിയാർ അല്പം ബുദ്ധി കൂടിയുള്ള ഒരു മുസ്ലിയാരാണ്. അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ നല്ല നല്ല അങ്ങനത്തെ മുസ്ലിയാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ. അപ്പൊ ഏനിക്കുട്ടി മുസ്ലിയാർ ഉടൻ തന്നെ ഐക്യസംഘത്തിന്റെ നേതാവായ KM മൗലവിയെ ബന്ധപ്പെട്ടു. അപ്പൊ KM മൗലവി അദ്ദേഹവുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അപ്പൊ പറഞ്ഞത്, നിങ്ങൾ ഐക്യസംഘത്തിന്റെ ഒരു യോഗം വിളിക്കണം. ആ യോഗത്തിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഈ കാര്യം എന്റെ തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ. നോക്കണം, നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ കാലഘട്ടത്തിലെ അമരക്കാരുടെ ധൈര്യവും അവര് ആ കാലഘട്ടത്തിൽ തന്നെ ഏത് വെല്ലുവിളിയെയും നേരിട്ടിരുന്നത്. സ്വന്തം ഒരു പ്രസ്ഥാനത്തിന് സമ്മേളനം വിളിച്ചിട്ട് എതിർക്കാൻ വേണ്ടി വന്ന ആൾക്ക് അതിന് അവസരം കൊടുത്തു. അങ്ങനെ അവസരം കൊടുത്തിട്ട് എന്താ ചെയ്തത്, ഐക്യസംഘ KM മൗലവിയും